ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 24, 50 മുതൽ 53 വരെ. അനന്തരം യേശു അവരെ ബേഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ യേശു അവരെ വിട്ടുപിരിഞ്ഞു, അഥവാ സ്വർഗാരോഹണം ചെയ്തു. അവർ യേശുവിനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയും ഒടുവിൽ പീഡാസഹനങ്ങളും ക്രൂശ് മരണവും ശേഷം 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞാൽ 4 സുവിശേഷങ്ങളിലെ പ്രധാന സന്ദേശം, പ്രധാന ദൂത് യേശുവിൻ്റെ സ്വർഗാരോഹണമാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണം ഒരു ചരിത്ര സംഭവമാണ്. 4 സുവിശേഷങ്ങളിലായി നാം കാണുന്ന ആ യാഥാർത്ഥ്യം അതിന് ഇന്നും വളരെ പ്രസക്തിയുണ്ട്. അത് നിശ്ചയമായി നടന്നതിന് ഇന്നും പല തെളിവുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതെ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ സ്വർഗാരോഹണവും ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ പുനരുത്ഥാന ശേഷം യേശു 40 നാൾ കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. പലർക്കും യേശു ഉദ്ധിതനായ ക്രിസ്തു തന്നെ പ്രത്യക്ഷമായി താൻ ജീവിച്ചിരിക്കുന്നു, അഥവാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് തുടർന്നും ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അനേകർക്ക് നൽകുവാനിടയായി. പുനരുത്ഥാന ശേഷം, അഥവാ പുനരുത്ഥാനം കഴിഞ്ഞ് 40 ദിനങ്ങൾക്ക് ശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. അതിനായി യേശു ചെയ്യുന്നത് തൻ്റെ ശിഷ്യന്മാരെ ബേഥാന്യ എന്ന ഗ്രാമത്തോളം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് യേശു തൻ്റെ കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്നു. തുടർന്ന് അവർ കാണുക യേശു സ്വർഗാരോഹണം ചെയ്യുന്നു. ശേഷം ഈ ശിഷ്യന്മാർ കർത്താവിനെ ആരാധിക്കുന്നതും മഹാസന്തോഷത്തോടുകൂടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുവാനുള്ള പ്രത്യേക സന്ദേശം, യേശുവിൻ്റെ ക്രൂശീകരണ ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ വിട്ടുപിരിഞ്ഞിരുന്നു. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചെറിപ്പോവും എന്ന് എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ നിവൃത്തിയോളം യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിനെ പിടിച്ചപ്പോൾ അവിടുത്തെ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ വിട്ടുപിരിഞ്ഞു. എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാന ശേഷം അവരെല്ലാവരും വീണ്ടും ഒന്നുചേരുന്നതാണ് നാം കാണുന്നത്. യേശു അവരെ സന്ദർശിക്കുകയും അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ അനുഗ്രഹിച്ച് അവരുടെ മധ്യത്തിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്യുന്നു.
അതിനുശേഷം ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ വീണ്ടും യെരുശലേമിലേക്ക് പോകുന്നതാണ് നാം കാണുന്നത്. ആദ്യം അവർ യേശുവിനെ വിട്ടുപിരിഞ്ഞതാണ്. ഇനി അവരവരുടെ ഗ്രാമങ്ങളിൽ പോയി പുതിയ പ്രവർത്തന മണ്ഡലം ആരംഭിക്കാമെന്ന് അവർ ചിന്തിച്ചു കാണും. എന്നാൽ യേശു അവരെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത ദൗത്യ നിർവഹണത്തിനായി അവരെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ദൈവാലയത്തിലേക്ക്, യെരുശലേമിലേക്ക് പോവുകയാണ്. ദൈവാലയത്തിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവിക ശുശ്രൂഷയിൽ മുന്നേറുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ തുടർമാനമായുള്ള പ്രത്യക്ഷത കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിനായും നമ്മെ പ്രേരിപ്പിക്കുന്നു. ആമേൻ. എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം